ആശ്വാസമായി സ്വർണ്ണവിലയിലെ ഇടിവ് തുടരുകയാണ്. ഈ വില കുറവ് വലിയ ആഘോഷമാക്കുകയാണ് ആഭരണ പ്രേമികൾ. പവന് 1,31,000-ൽ നിന്ന് വെറും 19 ദിവസം കൊണ്ടാണ് 1,13,000-ലേക്ക് വില കുറഞ്ഞത്. ആശ്വാസമായി സ്വർണ്ണവിലയിലെ ഇടിവ് ഇപ്പോഴും തുടരുകയാണ്. ഈ വിലക്കുറവ് വലിയ ആഘോഷമാക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ആഭരണ പ്രേമികൾ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആരും തന്നെ മറക്കാൻ വഴിയില്ല അല്ലേ? കാരണം ജനുവരിയിലായിരുന്നു അത് സംഭവിച്ചത്. സംസ്ഥാനത്ത് സ്വർണ്ണവില റെക്കോർഡ് ഉയരം തൊട്ടത്. ഒരു പവൻ സ്വർണത്തിന് 1,31,000 രൂപയായിരുന്നു ഉയർന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ വലിയ തോതിൽ വില ഇടിഞ്ഞെങ്കിലും വീണ്ടും സ്വർണം തിരിച്ചു കയറുന്നതാണ് കണ്ടത്. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. സ്വർണ്ണവിലയിൽ വലിയ ഇടിവ് തന്നെ തുടരുകയാണ്. 2 ദിവസത്തിനിടെ പവന് 3,000-ലധികം രൂപയുടെ കുറവ് രേഖപ്പെടുത്തി. ഈ വിലക്കുറവ് വലിയ ആഘോഷമാക്കിയിരിക്കുകയാണ് സ്വർണം വാങ്ങാൻ താൽപ്പര്യമുള്ള ആഭരണ പ്രേമികൾ. ഇടിവ് അവസരമാക്കാനുള്ള ശ്രമങ്ങളാണ് പലരും നടത്തുന്നത്. 1,31,000-ൽ നിന്നും വെറും 19 ദിവസം കൊണ്ടാണ് വില 1,13,000-ലേക്ക് മാറിയത്. ഇനിയും സ്വർണത്തിന് വില കുറയുമോ? വാങ്ങിച്ചവർ ഇപ്പോൾ തന്നെ വിറ്റഴിക്കുന്നതാണോ നല്ലത്? അതോ കാത്തിരിക്കണോ? സ്വർണത്തിലും വെള്ളിയിലും നിക്ഷേപിച്ചവർ ലാഭമെടുക്കുന്നത് ബുദ്ധിയാണോ? എന്നൊക്കെയാണ് ഇപ്പോഴുള്ള ചോദ്യങ്ങളും സംശയങ്ങളും. എന്നാൽ സാമ്പത്തിക വിദഗ്ധർ ഇതിന് കൃത്യമായ മറുപടിയും നൽകുന്നുണ്ട്. അസാധാരണമായ നേട്ടങ്ങളാണ് ഈ 2 ലോഹങ്ങളും എപ്പോഴും നിക്ഷേപകർക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ രൂപയുടെ കണക്കിൽ സ്വർണ്ണവില 100%-ലധികം ഉയർന്നപ്പോൾ വെള്ളി ഏകദേശം 200% കുതിച്ചുയർന്നു. എന്നിരുന്നാലും നിലവിലെ വിപണി സാഹചര്യങ്ങൾ മറ്റൊരു വലിയ മുന്നേറ്റത്തിനുള്ള സാധ്യത നൽകുന്നില്ലെന്ന് വിദഗ്ധർ പറയുന്നുണ്ട്. ജനുവരി അപേക്ഷിച്ച് ഫെബ്രുവരി മാസം ശരിക്കും പറഞ്ഞാൽ സാധാരണക്കാരന് പ്രതീക്ഷ നൽകുന്നുണ്ട് സ്വർണ്ണവിലയിൽ. റെക്കോർഡുകൾ തകർത്ത കുതിപ്പിനിടെ വൻ ഇടിവാണ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നത്. ജനുവരി 29-ന് സ്വർണ്ണവിലയിലെ സർവകാല റെക്കോർഡ് കടന്ന് സ്വർണ്ണവില ചരിത്രത്തിലെ ഏറ്റവും വലിയ വിലയാണ് രേഖപ്പെടുത്തിയത്. 1983-ന് ശേഷമുള്ള ഏറ്റവും വലിയൊരു ദിവസത്തെ ഇടിവാണ് പിന്നീട് സംഭവിച്ചത്. എന്നാൽ സ്വർണത്തിലെ ഇടിവ് എത്രനാൾ എന്നതാണ് ആഭരണപ്രേമികൾ ഉയർത്തുന്ന മറ്റൊരു ചോദ്യം. ഇതോടെ കുറഞ്ഞ വിലയ്ക്ക് സ്വർണം വാങ്ങിയ നിക്ഷേപകർ സ്വർണം വിറ്റ് പരമാവധി ലാഭമുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതാണ് കേരളത്തിൽ സ്വർണ്ണവില കുറയാൻ കാരണമായതെന്ന് വിദഗ്ധർ പറയുന്നു. മാത്രമല്ല ഡോളർ കരുത്താർജിച്ചതും വില കുറയാൻ മറ്റൊരു കാരണമായി. ഓരോ ദിവസത്തെയും ഡോളറിന്റെ മൂല്യം രൂപയുമായുള്ള വിനിമയ നിരക്ക് സ്വർണത്തിന്റെ അന്താരാഷ്ട്ര വിലയ്ക്കനുസരിച്ച് ഇന്ത്യയിൽ 24 ക്യാരറ്റ് സ്വർണത്തിന്റെ ബാങ്ക് നിരക്ക് ഇവയെല്ലാം അവലോകനം ചെയ്തും പരിശോധിച്ചുമാണ് ഓരോ ദിവസത്തെയും സ്വർണ്ണവില നിശ്ചയിക്കുന്നത്. ഓരോ ദിവസവും ഏതാണ്ട് രാവിലെ 9:20 ആകുമ്പോഴേക്കും വില നിശ്ചയിക്കപ്പെടും. കേരളത്തിൽ സ്വർണത്തിന്റെ വില നിശ്ചയിക്കുന്നത് ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷനാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വില ഇനിയും കുറയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്നാൽ കരുതിയിരിക്കണം. കാരണം 1,00,000-ന് താഴേക്കൊന്നും അടുത്തൊന്നും കുറയില്ലെന്ന് സ്വർണ്ണ വ്യാപാരികളും വ്യക്തമാക്കുന്നു. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.